ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യരെയും വളരെ ശുദ്ധ പ്രകൃതിയിലാണ് നാഥൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് നാം ഈ ഭൂമിയിൽ പിറന്നു വീണ ആ ദിനങ്ങളിലാണ് നാം ഓരോരുത്തരും നമ്മുടെ യഥാർത്ഥ പരിശുദ്ധിയോടെ ഉണ്ടായിരുന്നത്. പിന്നെ എപ്പോഴാണ് ആ പരിശുദ്ധി നഷ്ടപ്പെടുന്നത്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പലരും ഇത്തരത്തിലൊരു ആലോചനയിലൂടെ കടന്നു പോയിട്ടേ ഉണ്ടാവില്ല. അതായത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ നിഷ്കളങ്കത, അത് നഷ്ടപ്പെട്ടത് പോലും പലരും വളരെ കാര്യമായി എടുത്തിട്ടേ ഉണ്ടാവില്ല. എന്താണ് ഈ പറഞ്ഞ നിഷ്കളങ്കത? നമ്മെ വെറുതെ ഒന്നൊരു കുഞ്ഞുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ നമുക്ക് കഴിയും, അല്ലേ? ഒരു കുഞ്ഞ് ഏതൊരാളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ പ്രകൃതിയാണ് എല്ലാവരെയും ആ കുഞ്ഞിലേക്ക് ആകർഷിക്കുന്നത്. ആ കുഞ്ഞ് ഒരാളെ കാണുമ്പോൾ ആ കുഞ്ഞിന്റെ ഉള്ളിൽ അയാളെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിലയിരുത്തലുകൾ നടക്കുന്നുണ്ടാവുമോ? ഇയാളെന്താ ഇങ്ങനെ, ഇയാൾക്കൊരു ഭംഗിയുമില്ലല്ലോ തുടങ്ങി എന്തെങ്കിലും തരത്തിൽ? ഇല്ല, അല്ലേ? എന്നാൽ നമ്മളോ, ഒരാളെ കാണുമ്പോൾ എന്തെല്ലാം ഉൾസംസാരങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. അത് ചിലപ്പോൾ നല്ലതാകാം, മോശമാകാം. മുന്നേ അറിയുന്ന ഒരാളാണെങ്കിൽ അയാളുമായി നമുക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്ന അനുഭവങ്ങളാകാം അതിന്റെ അടിസ്ഥാനം. ആ ഈഗോയിൽ നിന്നുകൊണ്ടാകാം നാം അവരോട് പെരുമാറുന്നുണ്ടാവുക. ഇത്തരത്തിൽ പല വിലയിരുത്തലുകളും കമ്പാരിസൺസും നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതൊരു കുഞ്ഞിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നില്ലല്ലോ, ഇതിനെന്താ ഇത്ര വലിയ പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. നാം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നാം ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ പല വഴക്കുകൾക്കും പ്രശ്നങ്ങൾക്കും പിണക്കങ്ങൾക്കും എല്ലാം പിന്നിൽ ഇത്തരത്തിൽ ക്ലിയർ ചെയ്യാതെ മുൻകഴിഞ്ഞ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയ കുറേ നെഗറ്റീവ് ഇമോഷൻസിനെ അവിടെ പിടിച്ചു വെച്ചിട്ടുള്ളത് തന്നെയാണ്. എന്നാൽ ഒരു കുഞ്ഞൊരിക്കലും അതിനെ വേദനിപ്പിച്ച ഉമ്മയോടുള്ള ദേഷ്യം കൊണ്ട് നടക്കുന്നില്ലല്ലോ. അടുത്ത നിമിഷത്തിൽ തന്നെ അത് പുഞ്ചിരിക്കുന്നു.